നാളെ എന്തായാലും അച്ഛനെ ഇത് അറിഞ്ഞല്ലേ പറ്റൂ. അവര് തമ്മിൽ വെറുതെ ഒരു മാല ചാർത്തി കൊണ്ട് മാത്രം വിവാഹിതരായെന്ന് പറയാൻ പറ്റില്ല ചേരു. ചെറുക്കൻ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയാലല്ലേ അതൊരു കല്യാണമായിട്ട് അംഗീകരിക്കാൻ പറ്റൂ. അപ്പോ താലികെട്ട് നടന്നില്ലേ? ഇല്ലാന്ന് തോന്നുന്നു. അതിനുള്ള സമയം അവർക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ജീവന്റെ കൂടെ ഉണ്ടായിരുന്നവന്റെ ഫോണിലും താലികെട്ടിന്റെ ഫോട്ടോ ഇല്ലെന്ന് തോന്നുന്നു. അല്ല വിനയ? അതെ, അവന്റെ ഫോണിൽ ആകെ ഉണ്ടായിരുന്നത് രണ്ടുപേരും മാല ചാർത്തുന്ന ഫോട്ടോസ് മാത്രം. അത് ഞാൻ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം മായ്ച്ചു കളയുകയും ചെയ്തു. മഞ്ചാടി വള്ളത്തിൽ കയറി പോകുമ്പോ ഞാൻ ശരിക്കും കണ്ടതാ. അവളുടെ കഴുത്തിൽ താലി ഉണ്ടായിരുന്നില്ല. എങ്കി പിന്നെ ആ കല്യാണം നടന്നിട്ടില്ലെന്ന് തന്നെ കരുതാം. അവര് മാലയിട്ടതിന്റെ തെളിവ് പോലെ എവിടെയും കാണിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അവിടെ കണ്ടിരുന്ന ആരെങ്കിലും ഫോട്ടോ എടുത്തെങ്കിലേ ഉള്ളൂ. അല്ലാതെ അവരുടെ ആരുടെയും കയ്യിൽ ഒരു തെളിവും ഉണ്ടാവാൻ വഴിയില്ല. അവിടുത്തെ രജിസ്റ്ററിലും അവരെ പേരെഴുതി ഒപ്പിട്ടിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ നോക്കുമ്പോൾ അവര് അമ്പലത്തിൽ വെച്ച് വിവാഹിതരായെന്ന് എവിടെയെങ്കിലും സ്ഥാപിക്കാൻ അവർക്ക് പറ്റില്ല. ഇപ്പോ മഞ്ചാടി തട്ടിക്കൊണ്ടുപോയെന്നൊരു പരാതി കൊടുത്ത പോലീസ് നമ്മുടെ കൂടെ നിൽക്കും. എങ്കി പിന്നെ എന്തിനാ അങ്ങളെ താമസിപ്പിക്കുന്നത്? ഇപ്പൊ തന്നെ പോലീസിൽ അറിയിച്ച് എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് മഞ്ചാടിയെ രക്ഷിച്ചാ പോരെ? കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും അച്ഛനെ അറിയിക്കണം. ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും അച്ഛന്റെ മുമ്പിൽ തെറ്റുകാരാവും. അത് മോള് പറഞ്ഞ ശരിയാ. അണ്ണനെ അറിയിക്കുന്ന കാര്യത്തില് ആദ്യം നമുക്ക് ഒരു തീരുമാനം എടുക്കണം. അച്ഛനെ വിവരം അറിയിച്ച് സമ്മതം വാങ്ങി പോലീസിൽ വിവരം അറിയിക്കുമ്പോഴേക്കും ഇന്നത്തെ ദിവസം തീരുവങ്ങളെ. ജീവൻ രാജിനെയും മഞ്ചാടിയെയും പിരിക്കാനാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത്രയും സമയം നമ്മുടേതായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്. അതെ, അഭിജിത്തിനെ വിളിച്ചിട്ടെ അവര് ചെന്ന് താമസിക്കാനിടയുള്ള സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോന്ന് ഞാനൊന്ന് തിരക്കാം. എനിക്ക് തോന്നുന്നത് മഞ്ചാടിയെ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ് ജീവൻ രാജ് അവളെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവെന്ന. വേറെ ഒരു റിസ്കിനും അവനിനി നിൽക്കില്ല. അവന്റെ വീട്ടുകാർ അവരെ സ്വീകരിച്ചാ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നൊരു ദിവസം അവർ ഒരുമിച്ച് കഴിഞ്ഞ കല്യാണം കഴിച്ചതിന് തെളിവില്ലെങ്കിലും അവർ ഒരുമിച്ച് ജീവിച്ചതിന് തെളിവാവില്ലേ അത്? ഇല്ല, അങ്ങനെ ഒരു അവസ്ഥ അവർക്കുണ്ടാവരുത്. അതിനു മുമ്പ് അവരെ തമ്മിൽ വേർതിരിക്കണം. വിനയ, ശബരി, വാ നമുക്കിറക്കാം. അനു, നീ രഘുവിനെ വിളിച്ചേ തൽക്കാലം ഇന്നുകൂടി അച്ഛനൊന്നും അറിയിക്കരുതെന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഞാൻ കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും രഘുവിനെ വിളിച്ചോളാം. ശരി അങ്കിൾ. വാ.